നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വേറൊരു കണക്ടറാണ്. അതായത് A2 ലെവലിലെ A2ലെ സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്ന ഒരു കണക്ടറാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണക്ടർ. നമുക്കറിയാം കണക്ടേഴ്സിൻ്റെ യൂസസ് പലതരം കണക്ടേഴ്സ് ഉണ്ട്. വൈലുണ്ട്, ദാസ് ഉണ്ട്. അതുപോലെ അത് രണ്ടിൻ്റെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണക്ടറിൻ്റെ പേരാണ് വെൻ. WENN. ഇംഗ്ലീഷിലെ ഈഫ് എന്ന് നമ്മൾ പറയുന്നതിന് യൂസ് ചെയ്യുന്ന എന്താണ്? വെന്ന്. ഓക്കെ, അപ്പൊ മീനിങ് എല്ലാവർക്കും മനസ്സിലായല്ലോ. വെന്നിന്റെ അർത്ഥം എന്താണ്? ഈഫ്. ഇനി സാധാരണഗതിയിൽ വെൻ എപ്പോഴും നേബൻസാഡ്സ് ആയിട്ടാണ് വരുന്നത്. വെൻ എന്ന് പറയുന്നത് ഒരു നേബൻസാഡ്സ് ആണ്. അതായത് എന്തെങ്കിലും ഒരു കണ്ടീഷൻ പറയാം. നമുക്കറിയാം, നമ്മൾ മലയാളത്തിൽ പറയാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയാണ്, ഐ വിൽ കം ഇഫ് ഐ ഹാവ് ടൈം. എനിക്ക് എന്ന് വെച്ചാൽ ടൈം ഉണ്ടെങ്കിൽ ഞാൻ വരാം നിന്റെ അടുക്കൽ, അല്ലെ നിന്നെ വിസിറ്റ് ചെയ്യാനാണ്. ഇഫ് ഐ ഹാവ് ദ ടൈം, അല്ലേ? എന്ന് വെച്ചാൽ ഈഫിന് വേറെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വെൻ. അപ്പം വെൻ എന്ന് പറയുന്നത് കോമൺലി ഇസ് എ നേബൻസാഡ്സ് ആണ്. അതും ഒരു കണ്ടീഷൻസ് പറയാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് കണ്ടീഷണൽ സ്റ്റേറ്റ്സ് എന്ന് പറയും. അതായത് കണ്ടീഷൻസ് പറയാനായിട്ടാണ് നമ്മൾ ഇത് കോമൺലി യൂസ് ചെയ്യുന്നത്. കണ്ടീഷൻസ് അങ്ങനെ പറയേണ്ട സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ വെൻ എന്ന കണക്ടർ യൂസ്ഫുൾ ആണ്. ഓക്കെ, നമുക്ക് ഓരോ എക്സാമ്പിൾസ് നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ, ഇഷ് കൊമേ നാ ഹൗസ് വെൻ ഇഷ് സൈറ്റ് ഹാവ്. എന്ന് വെച്ചാൽ എന്താ? ഇഷ് കൊമേ നാ ഹൗസ് മീൻസ് ഞാൻ വീട്ടിലേക്ക് വരും. വെൻ ഇഷ് സൈറ്റ് ഹാവ് എന്ന് വെച്ചാൽ എന്താ? ഇഫ് ഐ ഹാവ് ദ ടൈം ഐ വിൽ കം ടു ഹോം. എന്ന് വെച്ചാൽ ഞാൻ വീട്ടിലേക്ക് വരും എനിക്ക് ടൈം ഉണ്ടെങ്കിൽ. ഈ ഒരു കണ്ടീഷനാണ്. എനിക്ക് സമയം ഉണ്ടെങ്കിൽ എനിക്ക് വീട്ടിലേക്ക് വരുവാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഏത് കണക്ടർ യൂസ് ചെയ്യാം? വെൻ എന്ന കണക്ടർ യൂസ് ചെയ്യാം. ഇനി വെൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെൻ ഈഷ് സൈറ്റ് ഹാവ്. വെന്ന് വന്നു, അത് കഴിഞ്ഞ് എന്താ വന്നേ? സബ്ജക്റ്റ്, സുബ്ജക്റ്റ് വന്നു. ആ വെൻ്റെ ഇവിടെയും എന്താ വരുന്നേ? വെർബ് വരും. ഓക്കെ, വെൻ ഇഷ് സൈറ്റ് ഹാബ്. ഹാബ് എന്ന് പറഞ്ഞാൽ ഇഷിന്റെ കോൺജുഗേഷൻ വന്നുകൊണ്ട് ഹാബ് വന്നു. അപ്പം തേർഡ് പോയിന്റ് എന്താണ്? ഷുഡ് ബി കോൺജുഗേറ്റഡ് ആയിരിക്കണം. അപ്പം കോമ ഇട്ടതിന് ശേഷം നമ്മുടെ കണക്ടറായ വെൻ എഴുതി. വെന്നിന് ശേഷം എന്താ വരേണ്ടത്? സബ്ജക്റ്റ് വരണം. ദെൻ ഒബ്ജക്റ്റ് അറ്റ് എൻഡ്, അതായത് ആ മെന്റെ നമ്മുടെ വെർബ് വരണം. ദാറ്റ് വെർബ് ഷുഡ് ബി കോൺജുഗേറ്റഡ് അക്കോർഡിംഗ് ടു ദ സബ്ജക്റ്റ്. Study nursing in Germany with stipend. 1 lakh monthly stipend. Eligibility: +2 Science, Humanities, Commerce with 70% marks. We offers German language A1 to B2. Admission process: travel assistance. Contact CPT for getting nursing admissions in Germany. വെറ്റർ മീൻസ് എന്താണ്? ക്ലൈമറ്റ്. അതായത് മഴ
ചെയ്തു. ഇനി നിങ്ങൾക്ക് ഈ വെന്ന് ഒരു സെന്റൻസിന്റെ സ്റ്റാർട്ടിങ് വരണമെങ്കിൽ എങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് നോക്കാം. അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. വെൻ ഈസ് റെഗ്നന്റ്, അതായത് മഴ ഉണ്ടെങ്കിൽ ബ്ലൈബെ ഈസ് സു ഹൗസൻ എന്ന് വെച്ചാൽ എന്താ? ബ്ലൈബെ ഈസ് സു ഹൗസൻ, അതായത് മഴ ഇഫ് റെയിൻ ഉണ്ടെങ്കിൽ, ഇഫ് റെയിൻ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യും, വീട്ടിൽ തന്നെ ഇരിക്കും. ഓക്കെ, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ ഈ ഒരു സെന്റൻസിന്റെ? വെൻ ഈസ് റെഗ്നന്റ് ബ്ലൈബെ ഈസ് സു ഹൗസൻ എന്ന് വെച്ചാൽ എന്താ? വെൻ ആദ്യം വന്നു, ഈസ് റെഗ്നന്റും അടുത്ത കോമ ഇട്ട് കഴിഞ്ഞ് വരുന്നത് എന്ത് തന്നെ ആയിരിക്കും? വെർബ് ആയിരിക്കും. അപ്പോൾ വെന്ന് കൊണ്ടൊരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കോമ കഴിഞ്ഞു വരുന്നതും വെർബ് ആയിരിക്കണം, കോമയ്ക്ക് ഫ്രണ്ടിൽ വരുന്നതും വെർബ് ആയിരിക്കണം. ഓക്കെ, എന്താ നമ്മളിപ്പോൾ പഠിച്ചത്? വെൻ ഈസ് റെഗ്നന്റ് കോമ ബ്ലൈബെ ഈസ് സു ഹൗസൻ. അപ്പോൾ റെഗ്നറ്റും ബ്ലൈബെ എന്ത് ചെയ്തു? രണ്ടും രണ്ട് വെർബുകളാണ്, അത് ഒന്നിച്ച് വരും, കോമയ്ക്ക് അപ്പുറമായിട്ടും കോമയ്ക്ക് ഇപ്പുറത്തായിട്ടും. ഓക്കെ, സോ വെന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ് എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട സെന്റൻസ് ആണ്. ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ ആണ്. വെൻ ഈസ് മോർഗൻ കൊമ്മെ, വെൻ സ്റ്റാർട്ട് ചെയ്തു, വെൻ ഈസ് മോർഗൻ കൊമ്മെ ഗെയിൻ ബി എ സ്വിമ്മർ എന്ന് വെച്ചാൽ എന്താണ്? ഇഫ് ഐ കം മോർണിംഗ്, അല്ലെങ്കിൽ ഞാൻ നാളെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും, ഇഫ് ഞാൻ വന്നെങ്കിൽ നാളെ നമുക്ക് എല്ലാവർക്കും സ്വിമ്മിങ് ചെയ്യാനായിട്ട് പോകാം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വെന്നിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് ആ കോമയ്ക്ക് ഫ്രണ്ടിലായിട്ട് ഒരു വെർബും ഉണ്ട്, ആ കോമയ്ക്ക് ശേഷമായിട്ടും ഒരു വെർബുണ്ട്. അപ്പോൾ വെന്ന് നിങ്ങൾ ചേർക്കുമ്പോൾ, ഇപ്പം നിങ്ങൾ നേബൽ സൈഡ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നെങ്കിൽ വെന്ന് കഴിഞ്ഞിട്ട് എന്ത് വരണം? സബ്ജക്റ്റ് വരണം, ആ വെന്നിൽ വെർബ് പോകണം, അത് ഷുഡ് ബി കോൺജുഗേറ്റഡ് ആയിരിക്കണം. വെന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണെങ്കിൽ വെർബുകൾ തമ്മിൽ എപ്പോഴും എന്താണ്? കോമയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും എന്തായിരിക്കണം? വെർബ് ഉണ്ടായിരിക്കണം. നമുക്ക് ഒരു സെന്റൻസ് കൂടെ നോക്കാം. ഈഷ് ബസുഹെ ഡിഷ്, ഞാൻ നിന്നെ വിസിറ്റ് ചെയ്യും. വെൻ ഈഷ് സൈറ്റ് ഹാസ്റ്റ് ഹാവ് എന്ന് വെച്ചാൽ വെൻ ഈഷ് സൈറ്റ് ഹാവ്, അതായത് ഞാൻ നിന്നെ വിസിറ്റ് ചെയ്യും ഇഫ് ഐ ഹാവ് ടൈം, എനിക്ക് ടൈം ഉണ്ടെങ്കിൽ. അതാണ് നമ്മുടെ കണ്ടീഷനെ സൂചിപ്പിക്കാൻ നമ്മൾ പറയുന്ന ഒരു കണക്ടർ കൂടിയാണ് എന്ത്? വെൻ എന്ന് പറയുന്നത്. അതായത് ഞാൻ നിന്നെ വിസിറ്റ് ചെയ്യും. ഇഷ് ബസുഹെ ഡിഷ്, വെന്ന് വന്നു, സബ്ജക്റ്റ് വന്നു, ഒബ്ജക്റ്റ് വന്നു, ആ വെന്നെ നമ്മുടെ വെർബും വരും. വെൻ ഇഷ് സൈറ്റ് ഹാവ്, ഇഷ് വന്നുകൊണ്ടാണ് ഹാവ്. വെൻ ഐ ഹാവ് ടൈം, ഇഫ് ഐ ഹാവ് ടൈം. ഓക്കെ, സോ ഈസി ആയിട്ടുള്ള ഒരു കണക്ടറാണിത്. വെൻ എന്ന് പറയുന്ന കണക്ടർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങളത് നേബൽ സൈഡ്സ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേന് അത് കഴിഞ്ഞ് വരുന്ന സബ്ജക്റ്റ് ആയിരിക്കണം, വെർബ് എവിടെ പോയി കിടക്കണം? അറ്റ് ദ എൻഡ് ഓഫ് ദ സെന്റൻസ് അത് ഷുഡ് ബി കോൺജുഗേറ്റഡ് ആയിരിക്കണം. ഇനി വെന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണെങ്കിൽ എന്തായിരിക്കണം? സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അത് അവസാനിക്കുന്നതും വെർബിലായിരിക്കണം, അടുത്ത കോമയിൽ എഴുതുന്നതും വെർബിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അത്ര ഹൗ പാർട്സും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏതിലായിരിക്കണം? വെർബിലായിരിക്കും. ഓക്കെ, starts end with the verb and how parts start with the end. അതായിരിക്കണം വെന്ന് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഒരു കണ്ടീഷൻ പറയാനായിട്ടാണ്. ഞാൻ നിന്നെ വിസിറ്റ് ചെയ്യും ഇഫ് ഐ ഹാവ് ദ ടൈം, ഞാൻ പ്ലേ ചെയ്യും ഇഫ് ദ വെദർ ഈസ് ഓക്കെ, അല്ലെങ്കിൽ വെദർ ഷോൺ ആണെങ്കിൽ ഞാൻ കളിക്കാനായിട്ട് പോകും. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ടോട്ടലി ഡിസ്കസ് ചെയ്ത് എന്താണ് വെൻ എന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കണക്ടറാണ്. നമ്മൾ വൈകിട്ട് ഡിസ്കസ് ചെയ്തു ദാസ്, വെൻ, ഇതൊക്കെ നിങ്ങൾക്ക് ഇമെയിലിൽ എഴുതുവാണെങ്കിൽ എക്സ്ട്രാ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ വെൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണക്ടറാണ്. ഒരു കണ്ടീഷൻ പറയാനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു കണക്ടർ കൂടെയാണ്. സോ ഇന്നത്തെ എൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറന്നു പോകുന്നു. വീണ്ടും ഒരു പുത്തൻ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Auf Wiedersehen. Tschüss. Become a registered nurse in Germany. German language coaching A1 to B2 level. Skill development program for the nurses interested to become a registered nurse in Germany. Skill development programs such as human anatomy in German language, German culture, society, geography and economy. Basic German laws which a nurse should know.